ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേവേട്ടാ, ദേവേട്ടാ ഇത് കണ്ടോ? എല്ലാവരും കൂടി കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുക. അല്ല കൽപ്പനെ, അതെന്താ അവള് പറഞ്ഞേ? നിങ്ങക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്നൊരു രഹസ്യം. എനിക്കൊന്നും അറിയില്ല. എന്നാ അവളുടെ മനസ്സിലതുണ്ട്. കൽപ്പനെ, നീ വല്ല കുഴപ്പവും കാണിച്ചിട്ടുണ്ടോ? ഭ്രാന്തുണ്ടോ ചെറിയമ്മയ്ക്ക്? ഞാൻ എന്ത് കുഴപ്പം കാണിക്കാനാ? ഏ, എല്ലാം കഴിഞ്ഞ് കുഴപ്പമുണ്ടാക്കിയത് ഞാനാണോ? ഇതെന്ത് കഥ? എന്തായി ദേവേട്ടാ? ആരെങ്കിലും അമ്മയെ കണ്ടോ? ആരും കണ്ടിട്ടില്ല. എത്ര കരുതലെടുത്തിട്ടും അമ്മ നമ്മളെ ചതിച്ചല്ലോ. ഇനി മുമ്പത്തെ പോലെ ആ നാടോടികളുടെ അടുത്തെങ്ങാനും ചെന്ന് പ്രശ്നം ഉണ്ടാക്കോ മറ്റോ ചെയ്യാണോ? എല്ലാ വഴിക്കും ആളെ വിട്ടിട്ടുണ്ട്. അവിടെ വഴിയിൽ നിന്നപ്പോ ചെറിയൊരു തലയുറ്റൽ പോലെ. അതാ ഞാനിങ്ങ് വന്നേ. അയ്യോ അയ്യോ, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വല്ലതും ആണോ? ഏയ്, ഒന്നുമില്ല. കുറച്ചു നേരം ഇരുന്നാ മതി. അന്വേഷിച്ചു പോയവരൊക്കെ തിരിച്ചെത്തട്ടെ. അമ്മയ്ക്കിത് എന്ത് പറ്റി? എന്താ ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ? നമ്മളെയാണെങ്കിൽ വിശ്വസിക്കുന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലടോ. നിലതെറ്റിയ മനസ്സിന്റെ തോന്നലുകളല്ലേ, അതങ്ങനെ ഉണ്ടാവൂ. ദേവേട്ടനകത്തേക്ക് കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ഇവിടെ ഇരിക്കാം. ഈ പറഞ്ഞു വിട്ടവരൊക്കെ അമ്മയെ കണ്ടെത്താതെ തിരിച്ചു വന്നാ പിന്നെ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നില്ല. വരുണിനെ വിളിച്ച് കാര്യം പറയാം. മോൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടെന്ന്. അതാ നല്ലത്. അമ്മയുടെ മുറിയിൽ പ്രിയങ്കയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? അത് അവിടെ തന്നെ ഉണ്ടോ നോക്കിയേ. തിടുക്കത്തിനിടയില് ഞാനത് നോക്കിയില്ല. ഇപ്പൊ നോക്കിയേ. ദേവേട്ടാ, ദേവേട്ടാ ഇത് കണ്ടോ? എന്നെ തിരക്കണ്ട. എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഞാൻ കുറേ ക്ഷേത്രങ്ങളിലേക്ക് പോവാ.
ക്ഷേത്രങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ ഞാനായിട്ട് തിരിച്ചു വന്നോളാം. അപ്പൊ അമ്മ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ പോയത്. ക്ഷേത്രങ്ങളിലേക്കെന്ന് പറഞ്ഞാ എങ്ങോട്ടായിരിക്കും? അമ്മ തനിച്ച് ദൂരെയൊന്നും പോകാറില്ലല്ലോ. അന്വേഷിക്കാം, അല്ലാതെ എന്താ ചെയ്യാ? സാധാരണ അവസ്ഥയിലായിരുന്നെങ്കിൽ അമ്മ പോയിട്ട് വരട്ടെ എന്ന് കരുതായിരുന്നു. ഇതിപ്പോ എല്ലാ ക്ഷേത്രങ്ങളെയും ചുറ്റിപ്പറ്റി നമ്മുടെ ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് നോക്കാം. ഇതെന്താ തിരുമേനി, 2-3 തവണയായല്ലോ അമ്മ ഇങ്ങനെ പോകുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ. വീട്ടിനകത്ത് പൂട്ടിയിട്ട നിലയിൽ തന്നെ ആയിരുന്നു. പിന്നെ കുറ്റവാളിയെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മയല്ലേ, അസുഖമെന്നൊന്ന് വെച്ച് തള്ളിക്കളയാൻ പറ്റുമോ? തിരുമേനിയെ നന്നായി അറിയാവുന്നതുകൊണ്ടായി പറയുന്നേ. ആളുകൾ പലതും പറയുന്നുണ്ട് അമ്മ വളരെ വയലന്റ് ആണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് അലഞ്ഞു നടക്കുന്നതെന്നൊക്കെ. ഇപ്പൊ തന്നെ തിരുമേനി ഈ അവസ്ഥയിൽ ഓടി നടക്കേണ്ടി വന്നില്ലേ? ഓ, അതൊന്നും സാരമില്ല. ആരെങ്കിലും ഒന്ന് അമ്മയെ കണ്ടിരുന്നെങ്കിൽ, എവിടെയാണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായനെ. തിരുമേനി, നോക്കാവുന്ന സ്ഥലത്തൊക്കെ നോക്കിയില്ലേ? ഇനിയിപ്പോ മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊന്ന് ചെന്ന് പറ. അവര് നോക്കി കണ്ടുപിടിച്ചു തരും. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണമെങ്കിൽ വരാം. അയ്യോ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലിയില്ലേ, അത് കളയണ്ട. ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. അല്ല തിരുമേനി, ബന്ധുക്കളുടെ ആരുടെങ്കിലും വീട്ടിലേക്ക് പോകുന്ന ശീലമുണ്ടോ അമ്മയ്ക്ക്? അങ്ങനെ അമ്മ വിശേഷിച്ച് ഒരിടത്തും പോവാറില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. ആ ശരി. അവരെ കുറ്റം പറയുന്നതിലും കാര്യമില്ല. ആ പെങ്കൊച്ചിന്റെ മരണത്തോടെയാണ് അവരുടെ മാനസിക നില തെറ്റിയത്. അല്ല, ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നേ? ഒരു മോള് മരിക്കുന്നു, അവരുടെ ഭർത്താവിനെ കൊണ്ട് അടുത്ത ഇള കെട്ടിക്കുന്നു. ഭ്രാന്ത് വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. ഒന്നും മിണ്ടാതിരടാ, അയാൾ ഒരു സാധുവാ. നമ്മുടെയൊക്കെ എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തന്നിരിക്കുന്നു. അലഞ്ഞു നടക്കാൻ അദ്ദേഹത്തിന്റെ വിധി. ഹലോ മേഡം. ആ എത്തിയോ? വലിയ യാത്രയാണ്, ചിലപ്പോ വൈകിയ വരുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് വൈകാൻ വേണ്ടിട്ട് ഇവിടെ ഒരാൾ സമ്മതിക്കണ്ടേ? അതാരാ? ഈ വീടിന്റെ കുടുംബനാഥ രാധിക വരുൺ. ഓ അങ്ങനെ. ആ